ഗൈസ് ഒരാളുടെ അട്ടഹാസം കണ്ട എന്താ തലയാണി എടുത്തിട്ട് ഓടുകയാണ്. എവിടേക്കാണ്? എന്ത് കാണിക്കണേ? കറണ്ട് പോയിക്കണ, അതായത് ലൈൻ ക്ലിയറൻസ്. ഈ തലയാണി റൂം നിർത്തി വന്നിട്ട് ഇവിടെ വന്നിട്ട് കളിക്കുകയാണ്. ഇതാ പിന്നെയും എടുത്തിട്ട് അങ്ങോട്ട് തന്നെ പോവാണ്. എടുത്തെറിയ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആള്. ഗൈസ് അപ്പോൾ ഇതാ ചിങ്ങുവിനെ തൂക്കി കയ്യിൽ വെച്ചുട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞോ. അതെ ഗൈസ്, ഒരാൾക്ക് കാതുകുത്താൻ പോണ്. ഇനി അതായത് വാവച്ചിക്കും ചിങ്ങുവിനും അല്ല, കാരണം ചിങ്ങുവിന് ഓൾറെഡി നമ്മൾ ഏകദേശം ഒരു ചെറുതായിരിക്കുന്ന സമയത്തല്ലേ അപ്പൊ കുത്തിയിട്ടുണ്ടായിരുന്നു. വാവച്ചിക്കും പിന്നെ സെക്കൻഡും തേർഡും എല്ലാം കുത്തിയിട്ടുണ്ട്. അപ്പൊ വാവച്ചിക്കല്ല, എനിക്കാണ് ഗൈസ്. അല്ലേ, ഞാൻ കുറെ ആയിട്ട് വാവച്ചിനെ പറഞ്ഞു. വാവച്ചി സമ്മതിക്കില്ല. എന്താ സംഭവിച്ചാൽ വേദനിക്കും എന്ന് പറഞ്ഞിട്ട് വാവച്ചി വേണ്ട വേണ്ട എന്നുള്ളൊരു അല്ല, വേദനിക്കുന്നു പറയുന്നു. എനിക്കും അത് പറഞ്ഞപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്തായാലും എനിക്ക് കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ്. ഞാൻ വായിച്ചത് കുറെ ദിവസമായി പറയുന്നല്ലോ. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു. ഏതിലാണ് കുത്താന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് അതിന്റെ ഒരു ഇത് ചോദിച്ചിട്ട് വാവച്ചിക്ക് എന്താ താല്പര്യം ഇല്ലാത്ത? വാവച്ചിക്ക് എന്താ താല്പര്യം ഇല്ലാത്ത? എനിക്ക് താല്പര്യമില്ലാത്ത പിന്നെ അത് മാത്രല്ല, ബേബിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ബേബി ചെയ്തു. അതിനിപ്പോ അല്ല, ഞാൻ വാവച്ചി ചെയ്തോന്ന് പറയുന്നവരെ ഞാൻ അങ്ങനെ നിൽക്കുന്നിട്ട് പിന്നെ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ ഒരാൾ നോക്കുക. ഹായ് പറ, ഇവിടെ ഹായ് പറ, ഹായ് പറ ഗൈസ്. ഇവിടെ അല്ലേ ഇത്ര നേരം ഇരുന്ന് ഇഡ്ഡലി തീറ്റി ഞങ്ങളായിരുന്നു. അത് എന്നിട്ട് എടുത്ത് വായിലിട്ട് കേട്ടാ. ഞങ്ങൾ റെഡിയായി. ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ ജനലിന്റെ അവിടെ വന്നിട്ടുണ്ട് ഒരു കുറച്ച് നേരം കാണാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾക്ക് ഓൾറെഡി അടിക്കുമ്പോ അറിയാലോ എങ്ങനെയായിരിക്കും പെയിന്റ് കാര്യങ്ങളൊന്നും. അതിപ്പോഴൊന്നും അറിയില്ല. പിന്നീട് ഭാവിച്ചിതാ സെക്കൻഡും തേർഡും കുറെ കൊല്ലമായിട്ട് കുത്താൻ പറ്റാണ്ട് ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ ഞാനൊരു ധൈര്യം കൊടുത്തിട്ടാണ് കുത്തിപ്പിച്ചത്. അതുപോലെ ഞാൻ ഇപ്പൊ ഞാൻ ഇടുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇങ്ങനെ സെക്കൻഡ് സ്റ്റേറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് അഴിഞ്ഞഴിഞ്ഞ് പോകും. അപ്പൊ എനിക്ക് ദേഷ്യം വരും. അത് ലാസ്റ്റ് അടഞ്ഞു പോകുമ്പോ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇടുള്ളൂ. അതെ ഗൈസ്, അപ്പൊ ഞങ്ങളിതാ ഇറങ്ങാൻ വേണ്ടിട്ട് സെറ്റായി നിൽക്കുകയാണ്. ഞാൻ വായിച്ചിരുന്ന സെയിം കളറിലട്ടാ ഗൈസ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഞാനും ചുങ്കൃത പുറത്തുനിന്ന് വണ്ടിയിട്ട് നിൽക്കണ്ട. ഒരാളിത് അവിടെ ഗേറ്റുമായിട്ട് മത്സരം ഇടയ്ക്ക് വായിച്ചു ഇവിടെ നിന്ന് വലിക്ക്, ഫ്രണ്ടിൽ നിന്ന് വിളിക്കാം. വലിക്ക്. ആ വന്നു. അല്ല, പൊതുവെ ഗേറ്റ് ഞാനാക്കണേ കുറച്ച് ടൈറ്റാണ് ഗൈസ്. ഞങ്ങളിതാ കാടൂരെത്തിയിട്ടാ. അതാ ചിങ്ങൂരിനെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അച്ഛനില്ല ഇവിടെ. അച്ഛൻ റോഡിൽ പോയിരിക്കാണ്. ചിങ്ങൂർ അമ്മാനെങ്ങാണ്ട് ഗൈസ് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആളെന്താന്ന് അറിയില്ല. അല്ലെങ്കിൽ നിൽക്കും. ഒരു ഇത് കാണിക്കുന്നത് സംഭവം എന്നറിയില്ലല്ലോ. അതെ മനസ്സിലായി തോന്നുന്നുണ്ട. നോക്കി എന്താണ് എന്താ പറഞ്ഞോ? എന്താണ് കണ്ട അമ്മീൻ്റെ കൊണ്ട് പോകണം. അതാ വരുന്നു. ബേബിക്ക് എന്താണ് ജ്വല്ലറിയിലെത്തിട്ടാ. വരുമ്പോ എനിക്ക് ടെൻഷനാവണോ. അതെന്താ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ലേ. അങ്ങനെതാ ഫൈനലി കമ്മലും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് റൈറ്റിലടിക്കുമോ ലെഫ്റ്റിലടിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ അവർ പറഞ്ഞത് കൂടുതൽ അവിടെ ലെഫ്റ്റിലാണ് എല്ലാവർക്കും അടിച്ചു കൊടുക്കുക. അതായത് ബോയ്സിൽ ലെഫ്റ്റിലാണ് കൂടുതൽ അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ്. പക്ഷെ എന്നാലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണേലും കൂടുതൽ റേറ്റൊക്കെ കാണുന്നുള്ളൊരിതിൽ ഫൈനലി അങ്ങനെ റേറ്റിലടിക്കാമെന്ന് ഫിക്സ് ചെയ്തു ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് സെലക്ട് ചെയ്ത് കമ്മൽ. അതായത് ഗോൾഡൻ കളറിൽ ഒരു വൈറ്റ് കല്ല് വരുന്നത് പോലെ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി ഒരു 15 പീസ് ഇത് തന്നെ ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും മാറ്റിയിടാൻ പറ്റും കേട്ടോ.
2 ആഴ്ച. ഇല്ല എവിടെ കാണിക്ക് അല്ല ഇത് നമുക്ക് എന്തായാലും പിന്നീട് മാറ്റാം. നമ്മൾ അടിക്കുമ്പോൾ ഇടാൻ പറ്റില്ല. അങ്ങനെതാ കഥക്കുത്തി ചിക്കാളം വേണം പറഞ്ഞിട്ട് കാളം കഴിക്കാൻ വന്നു. ആക്ച്വലി കാളനല്ല, നൂഡിൽസ് വേണം പറഞ്ഞു. അതെ നൂഡിൽസ് വേണം പറഞ്ഞിട്ട് പറഞ്ഞു, പക്ഷെ ഇവിടെ ഇല്ല. കാളം കഴിക്കും. ഞാനിതാ സൂപ്പ്, മട്ടൻ സൂപ്പ്. വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു. ഇങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല, കളിക്കാനല്ലോ. അതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കട്ടെ, കാരണം ഒരു സമാധാനം ഉണ്ടാവില്ല പുറത്ത് വന്നാലും. പിന്നെ ഇതാ ആവശ്യത്തിന് അപ്പുറത്തുള്ളത് കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്യണ്ടായിരുന്നല്ലോ അവൻ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതാണ്. സ്റ്റിച്ച് ചെയ്യില്ല, ടോട്ടലായിട്ടുള്ള ഡ്രസ്സേ അടിക്കണം. വേറെ ഷൂട്ടിൻ്റെയാണ്. അപ്പോൾ എന്തായാലും വഴി അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതാ കഴിക്കാൻ വേണ്ടി വന്നത് വാവിച്ച്. ഞാൻ സൂപ്പ് കഴിച്ചു, മട്ടൻ സൂപ്പ്. ഞാൻ ഫുഡ് കുറച്ച് കമ്മിയായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് മട്ടൻ സൂപ്പിലാണ് കുറവാക്കാണ്. പക്ഷേ എനിക്കത് ബെറ്ററായി തോന്നി, അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യണം. ഇല്ല, ഞാൻ കഴിക്കുന്നുണ്ട്, അതിന് കുറച്ചാക്കിയെന്ന് മാത്രം. അപ്പോൾ അത് അവിടെ വായിച്ച് കഴിക്കുന്നതുകൊണ്ട് ഞാൻ സൂപ്പ് കുടിക്കണം. അതാകുമ്പോൾ ശരീരത്തിനും കുഴപ്പമില്ല. അമ്മ അതിൻ്റെ ഫേസിലെന്തോ പ്രത്യേകത അറിയണില്ല. ഇനി 2 ആഴ്ച ഇട്ടിട്ട് പിന്നെ മാറ്റാം. ഇപ്പം ഇതെല്ലാം ഇടാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് വേനയൊന്നുമില്ല. എനിക്കതാ, ഞാൻ വേനയ്ക്ക് വേണ്ട കണ്ണൊക്കെ ചെമ്മിയൊന്നും, പക്ഷെ അടിച്ചത് പറഞ്ഞില്ല. ഇപ്പോഴും വേനയൊന്നുമില്ല. എന്താ തൊടാനൊക്കെ പറ്റുന്നത്? ഇത് കമ്മലില്ലേ? കമ്മലാ. ഗൈസ്, അപ്പോൾ ഇത്ര നേരം താഴത്ത് കിടന്നാണ്. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ചൂട് കാണിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ബേബിന് മേലെ കയറി കിടക്കണം. അവിടെ കണ്ണു പറഞ്ഞ ചിങ്കിടി പിന്നീ ഇഞ്ചിടാ ഉറക്കമപ്പാണ്. ദാച്ചൻ പഴം കൊണ്ട് ഡാഡിന്റെ ചെവിയിൽ എന്താ നോക്ക്, കാണിച്ചു കൊടുക്കടാടാ, കാണിച്ചു കൊടുക്ക്. ഇതെന്താണിത്? ഡാഡ് കമ്മലിട്ടു. ഒപ്പൂ പൊറക്കത്തിന്റെ സീനായത് കൊണ്ടാണ്. ഉറക്കമപ്പാടാ. ഓ എല്ലാരുടെ അടുത്തും ഞാൻ അമ്പടി കള്ളി ഉറക്കമപ്പാടാ.